കാര്യം എന്തൊക്കെയാണെങ്കിലും ഇനി എത്ര വലിയ പ്രൊജക്ട്സ് ഒക്കെ വന്നാലും ഞങ്ങൾ മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചെറിയ ചില കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് മനസ്സിൽ. ഇപ്പൊ ക്രോണിക് ബാച്ചിലർ ഉദാഹരണം പറഞ്ഞാൽ അതാണ് ഫസ്റ്റ് സ്ട്രൈക്കിംഗ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇപ്പൊ ചേട്ടൻ തന്നെ പറയുന്ന ഡയലോഗ് ഇപ്പൊ ഒരുപാട് പേര് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതാണ് ഫസ്റ്റ് സ്ട്രൈക്കിംഗ് വന്നത്. അപ്പൊ അത് ചെയ്തു. അതില് ഹരിശ്രീ ശോഭൻ ചേട്ടനായിട്ടാണ് അതിൽ ഒരു കോമ്പോസിങ് ചെയ്തത്. അതിനുശേഷം ഇപ്പൊ വീണ്ടും ഒരു ബ്രേക്കിന് ശേഷം ആനന്ദ് ശ്രീബാലയിൽ വന്നപ്പോൾ അർജുൻ അശോകനായി, അദ്ദേഹത്തിന്റെ മകന്റെ കൂടെ. ഈ രണ്ട് തലമുറയിലും കൂടി അഭിനയിച്ചപ്പോഴുള്ള അതിന്റെ ഡിഫറൻസ് എന്തായിട്ടാണ് തോന്നിയത്? എന്താണ് അതിന്റെ ഒരു അത് പറയാനെടുത്തുള്ള വളച്ചെനിക്കായിട്ടില്ല. അശോകൻ ചേട്ടന്റെ ആ ഒരു സ്റ്റൈലല്ല ഇപ്പോഴത്തെ സ്റ്റൈല്. ഈ അർജുൻ അശോകന്റെ ഒരു ഇന്നത്തെ സിനിമ അത് മാറി. ഇപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും പോകും ഒരു സിനിമയിൽ ഇപ്പൊ ഒരു സംഭവം, എടാ നീ എങ്ങാട് പോവുകയാണ്, നിനക്ക് അവളെ ഒരിടത്ത് വന്ന് നിന്നോടെ, ഇത് മാറി സിനിമ. അത് നീ ഇപ്പൊ സിമ്പിളിലേക്ക് ഒന്നുകൂടി റിയാലിറ്റിയിലേക്ക് കാര്യങ്ങൾ മാറി. സിനിമ സ്റ്റൈല് പണ്ട് കുറച്ച് എക്സാഗറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് കുറച്ച് താഴ്ത്തി നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്ന പോലെയൊക്കെ വന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ ക്യാരക്ടർ ചെയ്യുമ്പോ, പിന്നെ കള്ളുകൂടിയും ചെയ്യുമ്പോ നമുക്ക് ഇതുപോലെ, പക്ഷെ അപ്പോഴും ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് അതിൽ ചെയ്യുമ്പോ നിന്നെ ഞാനിന്ന് കൊല്ലൂടെ പോർക്ക് അടിക്കും ഇത് തന്നെ നമ്മള് പറയുമ്പോ നീ അവിടെ നിന്നടാ, നിന്നെ ഞാൻ പിടിച്ചിട്ട് അവിടെ നിക്കടാ, നിന്നെ ഇന്ന് ഞാൻ കുറച്ചുകൂടി ലൈവായി ഇങ്ങനെ എടാ നിക്കടാ എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. പക്ഷെ അവിടെ ചെയ്യുമ്പോ നിന്നെ ഇന്ന് പിടിണ്ടോ ഇങ്ങനെയൊക്കെ അല്ലേ, ആ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഓട്ടംതുള്ളല് സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴും 2004 ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പൊ ചേട്ടന്റെ മുമ്പിലിരിക്കുന്ന ഞാനന്ന് +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പുല്ലേപ്പടിയിൽ ദാറിലും. വയസ്സ് ഏകദേശം 50 മനസ്സിലായി പണ്ടാറങ്ങാൻ. അല്ല എന്നാലും കളഞ്ഞു പോട്ടെ, അതുകൂടെ ഞാൻ വിട്ടു. അപ്പൊ ആ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ അന്ന് സത്യം പറഞ്ഞ ചേട്ടൻ ചെയ്ത കാര്യങ്ങളാണ് നമുക്ക്, ചേട്ടൻ പറഞ്ഞ ഒരു മിമിക്രി മോണാക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ കലാപ്രതിഭയായിരുന്നു, ഇതൊക്കെ ഓക്കെ. പക്ഷെ അന്ന് ആ ഉദ്ഘാടനത്തിന് വന്നപ്പോ സിദ്ദിഖ് സാർ പറഞ്ഞിട്ടാണ് അന്ന് ആ ഉദ്ഘാടനം ചെയ്യാനോട്. അന്ന് നമ്മുടെ പിന്നണി ഗായകൻ അഫ്സലാണ് ചേട്ടൻ്റെ കൂടെ അന്ന് ഇനാഗുറേഷൻ വന്നത്. ചേട്ടനും അഫ്സലും കൂടിയാണ് അന്ന് ഇനാഗുറേറ്റ് ചെയ്തത്. അന്ന് ജില്ലാതലത്തിൽ ഞാൻ മൈമിന് പോയിട്ട് എനിക്ക് ട്രോഫി തന്നത് ചേട്ടനാണ്. അപ്പൊ അന്ന് ചേട്ടൻ സ്റ്റേജിൽ അവതരിപ്പിച്ചൊരു പ്രോഗ്രാം അത് കണ്ടിട്ടാണ് പിന്നീട് മിമിക്രി നമ്മൾ മാറ്റി ചിന്തിച്ചു തുടങ്ങി. കാരണം ചേട്ടൻ ചെയ്ത മിമിക്രി എന്ന് പറഞ്ഞാൽ ചാക്യാർ കൂത്ത്, അതുപോലെ ഓട്ടംതുള്ളലിന്റെ വേറൊരു അവിടത്തെ കാര്യങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചേട്ടൻ അവതരിപ്പിച്ചത്. അതെങ്ങനെയാണ്? അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നോ അതോ? അല്ല, മിമിക്രി നമ്മൾ ചെയ്യുമായിരുന്നു. ഈ അതില് ഒരു ചാക്യാരി ഒരു സാധനം ഉണ്ടല്ലോ, അത് ഈ മറ്റുള്ളവരെ കളിയാക്കാനുള്ള ഒരു സാധനമാണ് ചാക്യാരി. എന്ന് വെച്ചാൽ കളിയാക്കലല്ല, യഥാർത്ഥത്തിൽ ചാക്യാർ എന്ന് പറഞ്ഞാൽ ഈ പണ്ട് ഒരു ക്ഷേത്രകലയാണ്. രാജാവ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദൂഷകൻ ആയിട്ട് ഒരു ആളുണ്ടാവും, അത് അദ്ദേഹം വന്ന് അദ്ദേഹം ഈ രാജാവിനെ രസിപ്പിക്കുക. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രസിപ്പിക്കുക എന്നുള്ള സാധനം പിന്നീട് കൂത്ത് ക്ഷേത്രകലയാണ്. അത് പിന്നീട് നമ്മുടെ അടുത്ത് പ്രയോഗിക്കുകയുണ്ടായത്. എനിക്ക് തോന്നുന്നു ചാക്യാർ കൂത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ജയരാജ് വാര്യർ ഓട്ടംതുള്ളൽ ഇങ്ങനെ അവതരിപ്പിക്കും. എൻ്റെ മനസ്സിൽ ഇങ്ങനെ സാധനം ഒരിക്കലും തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഞാനിങ്ങനെ കൂത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റെഡ് ഷർട്ട് ഇട്ട് ഞാൻ ചെല്ലുക. അപ്പൊ നമ്മളിതൊന്നും അറിയാനാണ് കയറി ചെല്ലണത്. കൂത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്നല്ലോ അങ്കദൻ, ചുവന്ന ഷർട്ടൊക്കെ ഇട്ടുള്ള വരവ. അപ്പൊ ഞാൻ ചുവന്ന ഷർട്ട് കണ്ടപ്പോ തന്നെ ഞാനൊന്ന് അന്താളിച്ചു. അപ്പൊ ഞാനൊന്ന് സാധാരണ നമ്മള് പുറകിലേക്ക് തള്ളാൻ നോക്കുമല്ലോ, നമ്മുടെ അടുത്തേക്ക് വന്ന സാധനം ഇങ്ങനെ നോക്കണ്ട അങ്കദനെ ഞാൻ വിളിക്കണത്. അപ്പൊ തന്നെ സ്ഥിരീകരിച്ചു, അങ്ങനെ അങ്കദൻ എന്നുള്ള പേരുമായി. അപ്പൊ ഞാൻ ഇത് കൊള്ളാലോ.